കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യത്തെ കാഴ്ച തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടത് ഇവിടെ ഹോർലിക്സ് വരുതിനട്ടാ വരുതേ. അതാണ് നിങ്ങൾക്കുള്ള ആദ്യത്തെ കാഴ്ച. എന്നിട്ട് തിന്നണ നീയേ? എന്നിട്ട് തിന്നണേ? എന്നിട്ട് തിന്നണടാ? തിന്നണ കാരണം ഒന്നും പറ. സൗമ്യ ചോറും പിന്നെ പാലൊക്കെ തിളപ്പിക്കുകയൊക്കെയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം. സൗമ്യ പക്ഷേ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കുളിച്ച് പൂവൊക്കെ പറിച്ചിട്ട് വന്നു കേട്ടാ. ഇന്ന് ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു. പിന്നെ പക്ഷെ സൗമ്യ പാലെടുക്കാൻ പോയപ്പോൾ പൂവെല്ലാം പറിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഇന്നിനിപ്പോൾ പോകണ്ട എന്നൊക്കെ പറഞ്ഞു. അതെ, അപ്പോൾ അതെ, അപ്പൊ ഇന്ന് ഇനിയിപ്പോ പോകണ്ടെന്ന്. അപ്പൊ ഇനി പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് സൗമ്യ പൂക്കളാടുന്നത്. നല്ല മഴയാട്ടാ സൗമ്യ. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇവിടെ ചവിട്ടുംപടിയും ഇരുന്നിട്ട് പൂക്കൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മഴ മാറിയിട്ട് ഇടാമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. കാലത്ത് തന്നെ ഭയങ്കര മഴയാട്ടാ. ഓണൊക്കെ അല്ലേ, മഴക്കൊക്കെ ഒന്ന് കുറച്ച് ഇതായിക്കോടെ. പൂക്കളത്തിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ മുക്കുറ്റിപ്പൂ വെച്ചിട്ടുണ്ട്. അതിനോട് ചേർത്തിട്ട് നമ്മുടെ തുമ്പപ്പൂവാട്ടാ വെക്കണേ. തുമ്പപ്പൂവാണ് നമ്മുടെ പൂക്കളങ്ങളിലെ പ്രധാനി. പക്ഷേ പല പൂക്കളങ്ങളിലും അത് കാണാറില്ല. നമ്മൾ ഇത്ര ദിവസം വെച്ചതിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് കിട്ടിയപ്പോൾ വെക്കുകയാണ്. മാവേലി തമ്പുരാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവായിരുന്നു തുമ്പപ്പൂവ്. അറിയാലോ, കഥയൊന്നും ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഇന്നും കുറേ പൂക്കളുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ സൗമ്യക്ക്. ഇതൊക്കെ രാവിലെ സൗമ്യ പോയിട്ട് കൊണ്ടുവന്ന പൂക്കളാട്ടോ. അതായത് നമുക്ക് പൂ മേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എനിക്കിനിപ്പോൾ മാർക്കറ്റിൽ പോകണം, മീൻ വാങ്ങാൻ പോകണം. അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ വരാം. അപ്പോഴേക്കും സൗമ്യ ഇട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ബാക്കി മഴയാണ് ഭീഷണി. എന്തുവാ താഴെ ഇവിടെ നിറയെ വെള്ള, ഇവിടെ വീഴും നീയേ. ഇറങ്ങണ്ട, ഇവിടെ ഇറങ്ങണ്ട. നോക്ക് വീഴുന്ന വീഴും. ഇറങ്ങണ്ട, ഇവിടേക്ക്. അവന് താഴേക്ക് ഇവിടെ ഇറങ്ങാനായിട്ട്. ഇവിടെ ആണെങ്കിൽ നിറയെ വെള്ളം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വഴിക്ക് വീഴും ചെക്കൻ. അവിടെ അകത്തിരുന്ന് ഓടിച്ച് കളിക്കുക വണ്ടി. അപ്പോൾ സൗമ്യ ഞാൻ പോയിട്ട് മീനൊക്കെ വാങ്ങിയിട്ട് വരാം കേട്ടോ. നീ ഇട്, ഞാൻ വരാം. അപ്പം ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വന്നു കേട്ടോ. മാർക്കറ്റിൽ പോയിട്ട് കിട്ടിയ മീൻ ഇതാണ്. ഇവിടെ ചൂടാന്നാണ് പറയുക. പലയിടത്തും പല പേരുകളാണ്. നത്തോലി എന്ന് പറയും, ചൂടാന്ന് പറയും, അങ്ങനെ ഒരുപാട് പേര്. നിങ്ങളുടെ അവിടെ എന്ത് പേര് പറയാന്ന് പറഞ്ഞു കേട്ടോ. കമൻറ്റ് ബോക്സിലൊന്നും പറയട്ടെ, കമൻറ്റ്. നമ്മളിവിടെ ചൂടാന്നാണ് കൂടുതൽ ഇവിടെ പറയാ. ചൂടാ ഇവിടെ ചൂടാന്ന് ഇതിന് പറയാട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ പലയിടത്തും പലതാണ്. തൃശ്ശൂർ കൊഴുപ്പാന്ന് തോന്നുന്നുണ്ട്, അതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ പറയാം. പിന്നെ ചിലയിടത്ത് നെത്തോലി എന്ന് പറയും, അങ്ങനെ ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ചെമ്മീൻ, 1-2 ചെമ്മീൻ കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. കുളത്തിൻ്റെ അടുത്തേക്ക് പോയി നോക്കി നോക്കട്ടെ എന്തായി അവസ്ഥ നോക്കി നോക്കട്ടെ. അപ്പോൾ ഞാൻ മീനൊന്ന് മേൽനോട്ടക്കാരനായിട്ട് വേറെ ഒരുത്തനും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഓ, ചെവിയിൽ പൂ വയ്ക്കുക. ചെമ്പരത്തി പൂവാണോ അവിടെ ചെവിയിൽ വെക്കണേ? എന്തോ കുഴിക്കുന്ന സൗമ്യ. കുറുമ്പ് കാണിക്കല്ലേ. ഇതൊക്കെ
സൗമ്യയുടെ പൂക്കളം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ. അത് കാരണമാണ് നമ്മൾ ഡെയിലി ഇങ്ങനത്തെ വ്ളോഗുകൾ ചെയ്യണത്. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞോളൂ കേട്ടോ, ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ കുറേ പൂക്കൾ ബാക്കി വന്നിട്ടുണ്ട്, അത് നാളേക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ ചാടിപ്പുറത്ത് അങ്ങനെ ഒരു കാര്യമുണ്ട്. അമ്മേനെ സഹായിക്കാൻ വന്നതാണ് മോൻ. കണ്ട ഇവിടെ ഒരാള് ചെമ്പരത്തി ചെവിയിൽ വെച്ചിട്ട് ഇവിടെ നോക്കിയേ. ചെമ്പരത്തി ചെവിയിൽ ആരാ വെക്കാന്നറിയോ? വട്ടുള്ളവരാ. ആ അങ്ങനെ നമ്മുടെ പൂക്കളത്തിന്റെ ഫൈനലൊക്കെ ആയിട്ടില്ല, ഇനിയുണ്ട് ഇതുമ്മ ഡെക്കറേഷൻ. കഴിഞ്ഞിട്ടില്ല എന്ന് പറയണ സൗമ്യ, ഇനിയും ഉണ്ടെന്ന് പറയണ. അപ്പോൾ നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാട്ടോ. അപ്പോൾ ഇന്ന് സൗമ്യയുടെ നാൾ കൂടി ആയത് കാരണം തോന്നുന്നുണ്ട് സൗമ്യ ഇത്ര ആർഭാടായിട്ടുള്ള ഒരു പൂക്കളം ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിശാഖദിന ആശംസകൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.